പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിന് എൻ്റെ പ്രത്യേക മാധ്യസ്ഥന് നന്ദി പറയുന്നു. ഞാൻ ഒറ്റപ്പാലം നിന്നാണ് വരുന്നത്, പാലക്കാട് ജില്ല. എൻ്റെ പേര് സന്തോഷ്, കണ്ണെന്ന് വിളിക്കും. ഇവിടെ ഞാൻ എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണത്, ഈ ആൾത്താരെ ഞാൻ പറയുന്നത്. ദൈവം അനുവദിച്ച് എന്നെ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഈ ആൾത്താരിൽ കയറ്റി നിർത്തിയതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി, ആരാധന, സ്തുതി, പുകഴ്ച. അതുപോലെ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥന് നന്ദി അർപ്പിക്കുന്നു. ഞാൻ 2024 വരെ, ഞാൻ 2020 ഈ പുണ്യഭൂമിയിൽ ആദ്യം എത്തുന്നത്. 2024 വരെയുള്ള സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 2024 ശേഷമുള്ള സാക്ഷ്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ 2020 വന്നതിന് ശേഷം ലൗകിക കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപേക്ഷിച്ചു എന്ന് പറയാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, വിദേശത്ത് പോകണമെന്നും പിന്നെ ലൗകികമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ എത്തിയപ്പോൾ നമുക്കതെല്ലാം മനസ്സിലായി. ആദ്യം ദൈവരാജ്യവും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ചേർത്ത് നൽകുന്ന ഒരു വചനം, അത് കാരണം കൊണ്ട് ബാക്കിയുള്ള എല്ലാം ഉപേക്ഷിച്ചിരുന്നു. 2024 ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധികൾ വരും, കുറച്ച് പേർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ വീണ്ടും പുറത്തേക്ക് പോകാനുള്ള ഒരാവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ, സുഹൃത്തുക്കളെയും അറിയാവുന്നവരെയൊക്കെ സമീപിച്ചു. എല്ലാവരും കൈമലത്തി, അവർക്കെല്ലാം സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അത് സത്യം പറഞ്ഞാൽ ദൈവം 2020 ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തിയതിന് ശേഷം വേറെ ആളുടെ മുന്നിലും മുട്ടുകുത്താനുള്ള ഒരു അവസരം ഈശോ വരുത്തിയിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. 2024 ഇതുപോലെ ഒരു ലുലുവിൻ്റെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഞാൻ കോഴ്സൊന്നും പഠിച്ച ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ബേക്കറി ഫീൽഡാണ്. അപ്പോൾ അത് ആലപ്പുഴ വെച്ചാണ് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഈ ലുലുവിൻ്റെ ഇൻ്റർവ്യൂ ഒരിക്കലും ആലപ്പുഴ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ആലപ്പുഴ വെച്ച് നടന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, ഈശോയുടെ അടുത്ത് വന്നിട്ട് ശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാലെ ഇൻ്റർവ്യൂ പാസ്സായി. അതുപോലെ തന്നെ ട്രയൽ വന്നു. ട്രയൽ വന്ന സമയത്തും ഞാൻ ചെയ്ത ജോലിയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഉടമ്പടി, ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചാണ് ട്രയൽ ചെയ്തത്. ട്രയലൊക്കെ എന്താ ചെയ്തത് എനിക്ക് തന്നെ അറിയാവുന്നതെല്ലാം കൊളായിരുന്നു. പക്ഷേ പ്രസൻ്റ്ലി അതെല്ലാം വന്നപ്പോൾ വളരെ ഭംഗിയാവും ചെയ്തു. ഞാൻ ട്രയൽ പാസ്സായി. അതുപോലെ തന്നെ നിനക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞ പോലെ ആ ട്രയലിന് പോയപ്പോൾ അവിടെ ആ സെക്ഷനിലുള്ള മാനേജർ, അതിന് മുൻപേ എൻ്റെ CV അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പരിചയവും ദൈവം നമുക്ക് വേണ്ടി ഒരാളെ ഒരുക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നുകൊണ്ട് ഞാൻ ആ ട്രയൽ പാസ്സായി. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കൊന്നും ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എല്ലാ കാര്യങ്ങളും സ്പീഡായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ മെഡിക്കൽ എടുക്കുകയാണെന്ന് വെച്ചാലും എൻ്റെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വന്ന് ലാസ്റ്റ് ടിക്കറ്റായി വന്നപ്പോഴും ഞാൻ അച്ഛനെ കാണും, അതിൻ്റെ മുന്നേ അച്ഛനെ കാണുകയൊക്കെ ചെയ്തു. വേറൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ദൈവഹിതമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചാണോ ഞാൻ പോകുന്നത്? അല്ലാന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു അക്രിസ്ത്യാനിയാണ് എങ്കിലും ഞാൻ എല്ലാ കുർബാനയിലും പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ എല്ലാ ആഴ്ചകളും ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് പള്ളി വേണം, എനിക്ക് പള്ളിയിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. അപ്പോൾ അതൊരു വലിയൊരു വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും പറഞ്ഞു. ഞാൻ അവിടെ ഒമാനിലെത്തി, ലുലുവിലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ നോട്ട് ബൈ ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് അച്ഛൻ പറയുന്ന, സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ആളാണ്. അതായത് ഞാനൊരു 10 വർഷം ജോലി ചെയ്ത ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ കഴിവിൽ ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എൻ്റെ കഴിവ് ഒന്നും പറ്റാതെ 0 മെറിറ്റിലേക്ക് പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. അത് സത്യം പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹങ്ങളും ദൈവം സീൽ വയ്ക്കും, നമ്മുടെ മെറിറ്റ് എല്ലാം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ചെന്നപ്പോൾ ഞാൻ ഒന്നിനും ചെയ്യാൻ പറ്റാതെ അവരെന്നെ കളിയാക്കും, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും, മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ ദൈവം അനുവദിച്ചുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടി വന്നപ്പോൾ മാനസികമായിട്ട് ഞാൻ തളർന്നു. ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വലിയൊരു എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ എൻ്റെ കൈ മുറിഞ്ഞു. ഒരു വിരലിൻ്റെ ഒരു കഷ്ണമൊക്കെ പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈശോനോട് കുറച്ച് പരാതി പറഞ്ഞു. ഈശോയെ, എന്തിനാണ് എനിക്ക് നാട്ടിൽ വെച്ച് എന്ത് പരീക്ഷണം തന്നാലും ഞാനത് ഏറ്റെടുക്കായിരുന്നു, ഏത് കുരിശ് ഏറ്റെടുക്കാറ്. ഒന്നാമത് ഞാൻ തിരിച്ചു പോകാമെന്ന് വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോൾ വലിയ പ്രശ്നം പറഞ്ഞു. അപ്പോൾ കുറേ സിസ്റ്റേഴ്സ് പറഞ്ഞു എന്തിനാണ് ഈശോനോട് പരാതി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ എൻ്റെ കൈയിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തും, സോഫിയ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റർ, അവൻ്റെ കുടുംബം. അപ്പോൾ ആ സിസ്റ്റർ മുഖേന എനിക്ക് അവിടെ ഹോളി സ്പിരിറ്റ് പറഞ്ഞിട്ടുള്ളൊരു
ദേവാലയത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു. അപ്പോൾ ചില സഹനങ്ങൾ നമുക്ക് മുന്നിലോട്ടുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗ്ഗമായിരിക്കും എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. ഞാൻ കൈ മുറിഞ്ഞതിന് ദേവാലയത്തിൽ പോയതിന് ശേഷം കുർബാന പങ്കെടുത്തിന് 3 മാസത്തിനകത്ത് ഞാൻ അവിടെ ദേവാലയത്തിലെത്തും കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അന്ന് പരാതി പറഞ്ഞതിന് ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ കൈ മുറിഞ്ഞ സത്യം പറഞ്ഞ ദേവാലയത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു, കുർബാനയ്ക്കായിരുന്നു. എങ്കിലും എനിക്ക് എല്ലാ വെള്ളിയാഴ്ചകളൊന്നും ലീവില്ലാത്ത കാരണം കുർബാനകളിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അത് വലിയൊരു വിഷമായിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയിൽ പോയി 3 മാസത്തിന് ശേഷം എൻ്റെ ജോലി മേഖലയിലും എനിക്ക് വലിയൊരു ഉയർച്ച ഉണ്ടായി. അതായത് എൻ്റെ കൂടെ നിന്നവരും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്നെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ദൈവം ഉയർത്തി. അവൻ്റെ മുന്നിൽ നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്ന പോലെ ദുഷ്ടയുടെ മുമ്പിൽ നമ്മളെ ഉയർത്തി കാണിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഞാനതിൽ മനസ്സിലാക്കി. അങ്ങനെ ദൈവം, ഞാൻ 2 മാസം കൊണ്ട് തിരിച്ചു വരാൻ നിന്ന ആളിനെ 2 വർഷം പൂർത്തീകരിച്ചു. ഞാൻ അവിടുന്ന് തിരിച്ചെത്തി. ഞാൻ ഇവിടുന്ന് 2024 മാർച്ച് ഏപ്രിൽ 23-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്നത്, NRI ആക്കിയിട്ട് പോയത്. അതേ ദിവസം 2026, 23, 2026 ഏപ്രിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ അമ്മേനെ കാണില്ല, എൻ്റെ വീട്ടുകാരൊന്നും കാണില്ല. ഞാൻ ആദ്യം അമ്മേനെ ഈശോനെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചിരുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നു. അതേ ഡേറ്റിൽ തന്നെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നോട്ട് ബൈ മൈ ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് എനിക്ക് പറയാം. ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും ഇതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എന്ന് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കിട്ടിയതാണ്. എൻ്റെ സുഹൃത്തുക്കൾ, അവർക്ക് ആരോഗ്യമാരായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ, അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾ, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരീക്ഷകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സാക്ഷികളില്ലാത്ത കാരണം കൊണ്ടാണ് ഇവിടെ പറയാൻ പറ്റാതിരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നേർച്ച വസ്തുക്കളിലൂടെ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ മെഡിസിനൊന്നും നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടില്ല. എന്തെങ്കിലും വേദനകളോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥകളൊന്നും വരാതെ തന്നെ നമ്മൾ ഉടമ്പടി ഉപ്പും തൈലമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പല രോഗങ്ങളും സൗഖ്യം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഇൻഷുറൻസിൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞതായിരുന്നു. അതായത് അന്ന് അതെനിക്ക് പൈസ എൻ്റെ അമൗണ്ട് കിട്ടിയിട്ടുണ്ടായില്ല. അച്ഛനെ അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് ESIയിൽ എനിക്കൊരു പൈസ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാലെ എനിക്ക് ഹാജർ കുറവും അങ്ങനെ കാരണം കൊണ്ട് അവർ കിട്ടില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ അന്നത് ദൈവത്തിൻ്റെ കൃപയാലെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കുകയും അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ESI ഓഫീസിൽ. അങ്ങനെ അത് അന്ന് ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് പാസ്സായതാണ്. പക്ഷേ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് 2025 തന്നെ അത് ആ എമൗണ്ട് എനിക്ക് പാസ്സായി കിട്ടി. ആ സാക്ഷ്യം കൂടി ഞാൻ ഈ ആൾക്കാരിൽ പങ്കുവയ്ക്കുന്നു. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നാട്ടിലാവണ സമയത്ത് എനിക്ക് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നിരുന്നത്. ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ ഒക്കെ ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നു, അതെല്ലാം നടന്നായിരുന്നു. പക്ഷേ ഈ 2 വർഷം പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു നഷ്ടമായിട്ടാണ് കണക്കൂട്ടുന്നത്. ഞാൻ പുറത്ത് പോയപ്പോൾ എനിക്ക് പത്രം കൊടുക്കാനും ആയാലും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏറ്റവും വലിയൊരു ഉടമ്പടിയുടെ വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് നമ്മുടെ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 തിരുവചനങ്ങളാണ് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം? മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ വന്നു. എനിക്കിപ്പോൾ കുർബാനകളെല്ലാം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്തും ജോലി വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ മുന്നിലൊരു ജോലി കാണാണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ധൈര്യത്തിൽ, ഈശോയുടെയും അമ്മയുടെയും ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നത്. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാ വഴികളും ഒരുക്കും. ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ തന്നെ ഒരു ജോലിയും കൂടി ലഭിച്ചു. അതും ഞാൻ മുൻപ് ജോലി ചെയ്യുന്ന ഒരു സ്കൂളിലായിരുന്നു. അതിൻ്റെ ഒരു ബ്രാഞ്ച് കൊച്ചിയിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന്, പാലക്കാടാണ് എൻ്റെ ജില്ല, അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. എങ്കിലും ഞാൻ ഒന്ന് വെറുതെ ഇൻ്റർവ്യൂവിന് പോയതാണ്. ആ സമയത്ത് ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാനും പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ നാട്ടിൽ ജോലി ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചു. അങ്ങനത്തെ ജോലി വേണ്ടാന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് ആദ്യമായിട്ട് പോവുകയാണ് ഈ സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ മാതാവിൻ്റെ ഒരു കുരിശടി കണ്ടത്. അപ്പോൾ ഞാൻ വലിയൊരു സന്തോഷമായി. എനിക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടി ചെല്ലാനൊരു സ്ഥലമുണ്ട്. വേറെ ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ നമുക്ക് വിഷമങ്ങളും. അപ്പോൾ അത് വലിയൊരു ആശ്വാസമായി. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ടു,
സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് 350 മീറ്റർ. അപ്പോൾ അതിലേറെ വലിയ സന്തോഷമായി കുർബാനയ്ക്ക് പോവുക. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോയില്ല, നേരെ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ കുർബാന എപ്പോഴാണെന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 6-6:30 മണിക്ക് കുർബാനയാണ്. അപ്പോൾ വലിയ സന്തോഷമായി. ഞാനവിടെ ചെന്നു. എൻ്റെ ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ അവിടെ കുർബാനയിൽ പങ്കെടുത്തു. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നഷ്ടപ്പെട്ട കുർബാനകൾക്ക് പകരം അവിടെ തന്നെ ഈ മദ്യവിരോധിത ആയിട്ടുള്ള ആൾക്കാരനെ പാർപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രം പോലെ സ്ഥലമുണ്ട് അവിടെ തന്നെ, പൂക്കട്ടുപടി, ആലുവയാണ്. അപ്പോൾ അവിടെ തന്നെ വൈകുന്നേരത്ത് 5 മണിക്കും കുർബാനയുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ 2 കുർബാനയ്ക്ക് കൂടാൻ പറ്റും. അപ്പോൾ നഷ്ടപ്പെട്ട കുർബാനകളെല്ലാം തിരിച്ചെടുക്കാനുള്ള സംവിധാനം കൂടിയും ദൈവം ഒരുക്കി തന്നു. അത് വലിയൊരു ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആയിട്ട് തന്നെ കണക്കൂട്ടുന്നു. പ്രേക്ഷിത പ്രവർത്തനം, പ്രവർത്തനങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലാകുമ്പോൾ രോഗികൾക്ക് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെയ്തിരുന്നത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ചെറിയൻകീഴ്. അവിടെ ഒരുപാട് രോഗികളെ കാണും, ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ, ഒരുപാട് പേരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകാനും ദൈവം നമ്മൾ ഒരുപാട് പഠിപ്പിച്ച് ഒരുപാട് ജീവിതങ്ങളിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഏറ്റവും കൂടുതലും യൂത്തിനാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുള്ളത്. ഞാൻ ഒരു കോളേജ്, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൊടുക്കാറുള്ളത്. അത് കാര്യം എന്താണ്, ഈശോ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തില്ലേ, അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറകളാണ് ഈശോനെ അറിയേണ്ടത്. ഈശോൻ്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ പുതിയ തലമുറ, ഇന്നത്തെ തലമുറ അറിയാം, തിന്മ കാണാതിരിക്കാൻ കണ്ണുകളടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. സത്യം പറഞ്ഞാൽ തിന്മ കാണാതെ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഈശോനെ പങ്കുവെച്ച്, ഈശോനെ ഈ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുമ്പോൾ അവർക്ക് ഈശോനെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശോ പറഞ്ഞ ആ സ്വർഗ്ഗരാജ്യം ഇവിടെ തന്നെ ഭൂമിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ, പലപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, പരിശുദ്ധ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോ നടന്ന വഴികളിലൂടെ നടന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. അതാണ് ഉടമ്പടി ജീവിതം നമ്മളെ മാറ്റിമറിക്കും. നമ്മളിപ്പോൾ അക്രിസ്ത്യാനികൾ എന്നില്ല നമ്മുടെ ഈ കൃപാസനത്തിൽ. സത്യം പറഞ്ഞപ്പോൾ പലപ്പോഴും മതം മാറ്റില്ലോ അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഞാൻ ഇപ്പോൾ 2020 തൊട്ട് ഇവിടെ വരുന്ന ഒരാളാണ്. എന്നോട് ഒരാളും മതം പറഞ്ഞിട്ടില്ല. ഈശോനെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഈശോനെ അടിയുറച്ച് വിശ്വസിക്കുക, വിശ്വസ്തയോടുകൂടി ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈശോ ആരെയും കൈവിടില്ല. നമ്മളെ 10 കുഷ്ഠരോഗികളൊക്കെ തന്നെ നമ്മൾ ഉപമകൾ എടുക്കുമ്പോൾ നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ വന്ന് ഈശോട് ഒക്കെയാണ് അപേക്ഷിക്കുമ്പോൾ ഈശോ അവരെല്ലാവരും സൗഖ്യപ്പെടുന്നുണ്ട്. ഈശോ അവർ പോകുന്ന വഴിയിൽ അവർ സൗഖ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊരു ആൾ മാത്രം വന്ന് ഈശോയോട് സൗഖ്യപ്പെട്ടിട്ട് നന്ദി പറയുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഇവിടെ പറയാറുണ്ട്. നമ്മളിപ്പോൾ സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ നമ്മൾ ആ 9 കുഷ്ഠരോഗികളുടെ ഉൾപ്പെടും. അതായത് ആ ഒരു കുഷ്ഠരോഗി മാത്രമേ ഈശോയോട് വന്ന് നന്ദി പറഞ്ഞതും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആൾക്കാരെയും നമുക്ക് ഈശോയുടെ ഒരു കൃപ, അമ്മയുടെ മായസം വഴി ഈശോയുടെ നാമത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കുവെച്ചില്ലെങ്കിൽ അതൊരു കടമായിട്ട് മാറും. അതുപോലെ 10 കുഷ്ഠരോഗികളിൽ 9 കുഷ്ഠരോഗികളിൽ പെട്ട ഒരാളായി നമ്മൾ മാറും. അതുകൊണ്ട് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഇവിടെ പങ്കുവയ്ക്കാറുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ഈ ആൾക്കാരിൽ എന്നെ ഇവിടെ കയറ്റി നിർത്തിയതും ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും വലിയൊരു ആധാരം. അതുപോലെ എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ, അതാണ് സത്യം പറഞ്ഞ കൃപാസനത്തിലൂടെ നടക്കുന്നതും. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും തിന്മയതരത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുകയും എന്ന് പറയുന്ന ഒരു വചനമുണ്ട് ഈശോയുടെ. ആ വചനമാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇതിലൂടെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം 22-23 തിരുവചനം കൂടിയും അതിനോടനുബന്ധിച്ച് നടക്കും. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ ഉപം കണ്ട വഞ്ചന അറിഞ്ഞ അസത്തില കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാധ്യതയിൽപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇതാണ് നടക്കുന്നത് നമ്മുടെ ഉടമ്പടിയിലൂടെ. ദൈവം അനുവദിച്ച് എന്നെ വീണ്ടും ഈ ആൾത്താരിൽ നിർത്തിയതിന് നന്ദി പറയുന്നു. വീണ്ടും ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാനും ദൈവനാമം മഹത്വപ്പെടുത്താനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സന്തോഷ് കെ ഒറ്റപ്പാലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ജീവിതത്തിൽ
സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അത് തനിക്ക് ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തിയതിനെ തുടർന്ന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് മറ്റാരുടെ മുമ്പിൽ തനിക്ക് മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്ന് വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് ഒരു ഇൻ്റർവ്യൂ പാസ്സാകുവാനും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുള്ള ജോലി തനിക്ക് ലഭിക്കാനൊക്കെ ഇടയായത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെയാണ്. തനിക്ക് മുമ്പേ തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമെന്ന് പറഞ്ഞതുപോലെ സന്തോഷിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇതേപോലെ തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയെന്ന് തന്നെയാണ്. അവിടെ ഒമാനിൽ ചെന്നിട്ടാണെങ്കിലും അവിടെ കുർബാന കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ ഈശോയോട് ഒരു അപകടം ഉണ്ടായതെന്ന് പരിഭവം പറഞ്ഞെങ്കിലും ആ പരിഭവം ഒരു സന്തോഷമാക്കി മാറ്റിയത് തനിക്ക് ഒരു ദേവാലയത്തേക്കുള്ള ഒരു വഴി തന്നെയായിരുന്നു. പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ടും വചനങ്ങളോടുള്ള ഒരു വലിയ താല്പര്യവും ഈ സന്തോഷേട്ടൻ്റെ വാക്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് താൻ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ നിയോഗങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും അത് അനുഗ്രഹങ്ങളായിട്ട് ആ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു എന്നത് ഈശോയുടെ വാക്ക് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. ഇനി മുമ്പോട്ടുള്ള ഈശോയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഇനിയും വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലേക്ക് വഴി നടത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.